ഫോറക്സ് മാർക്കറ്റിലെ വലിയ കളിക്കാർ, അതായത് ബിഗ് ബാങ്കുകളൊക്കെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ നീക്കങ്ങള് മുൻകൂട്ടി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ സ്ട്രാറ്റജിയുണ്ട്. അതാണ് IPDA. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. ആദ്യം ഈ വലിയ ബാങ്കുകൾ ട്രേഡ് ചെയ്യുന്ന രീതിയെപ്പറ്റി നമ്മളൊന്ന് നോക്കും. പിന്നെ ഈ IPDA എന്ന സംഭവത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് കാണും. അവസാനം ഇത് അറിയുന്നതുകൊണ്ടുള്ള യഥാർത്ഥ ഗുണം എന്താണെന്നും ചർച്ച ചെയ്യാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെപ്പോലെയുള്ള സാധാരണ ട്രേഡർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അത് മറ്റൊന്നുമല്ല, മാർക്കറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന ഈ വമ്പൻ സാമ്പത്തിക സ്ഥാപനങ്ങളാണ്. അപ്പോൾ ശരിക്കുമുള്ള ചോദ്യം ഇതാണ്: ഈ ബാങ്കുകളും ഹെഡ്ജ് ഫണ്ടുകളുമൊക്കെ മാർക്കറ്റിൽ ഇത്രയും വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ നമുക്കെങ്ങനെ ഒരടി മുന്നിൽ നിൽക്കാൻ പറ്റും? എങ്ങനെ ഒരു എഡ്ജ് കണ്ടെത്താനാവും? അതിന്റെ ഉത്തരമാണ് IPDA, അതായത് ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം. ഇത് ശരിക്കും പറഞ്ഞാല് ഈ വലിയ സ്ഥാപനങ്ങളുടെ കളി മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സങ്കീർണമായ രീതിയാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഈ വലിയ സ്ഥാപനങ്ങൾ എങ്ങോട്ടാണ് പണമൊഴുക്കുന്നത് എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ട്രേഡിംഗ് തീരുമാനങ്ങളും ഒരുപാട് മെച്ചപ്പെടും. അതാണ് ഈ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ ഈ IPDA സ്ട്രാറ്റജി ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓരോന്നായിട്ട് ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഈ അൽഗോരിതത്തെ നമുക്ക് വലിയ സ്ഥാപനങ്ങളുടെ ട്രേഡിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എഞ്ചിനായിട്ട് കാണാം. വെറുതെ ഓടുന്ന ഒരു എഞ്ചിനല്ല, കൃത്യമായ ഒരു താളവും പാറ്റേണും ഒക്കെയുള്ള ഒന്നാണിത്. ഇവിടെയാണ് IPDAയുടെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. മാർക്കറ്റിന് കൃത്യമായ സൈക്കിളുകളുണ്ട്. ഓരോ 20, 40, 60 ദിവസങ്ങളിലും മാർക്കറ്റ് ചില ലക്ഷ്യങ്ങൾ തേടിപ്പോകും. എന്തിന്? ഓരോ 3-4 മാസം കൂടുമ്പോഴും മാർക്കറ്റിന് ദിശ തന്നെ മാറിയേക്കാം. ഈ താളം മനസ്സിലാക്കുന്നതാണ് പ്രധാനം. ഈ അൽഗോരിതം പറയുന്നത് വില എപ്പോഴും ചാർട്ടിലെ ഉയർന്ന പോയിന്റുകളിൽ നിന്ന് താഴ്ന്ന പോയിന്റുകളിലേക്കും അവിടെ നിന്ന് വിലയിൽ ചില വിടവുകൾ രൂപപ്പെട്ട സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നാണ്. ആ വിടവുകൾ നികത്താനാണ് മാർക്കറ്റ് എപ്പോഴും ശ്രമിക്കുന്നത്. IPDA ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ മാർക്കറ്റിന്റെ ഈ 4 അവസ്ഥകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. വലിയ സ്ഥാപനങ്ങൾ ഓർഡറുകൾ കൊടുക്കുന്നതും ഈ 4 ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇതൊരു കഥ പോലെയാണ്. ആദ്യം കൺസോളിഡേഷനിൽ മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ ശക്തി സംഭരിക്കും. പിന്നെ എക്സ്പാൻഷനിൽ ഒരു വശത്തേക്ക് അതിവേഗം കുതിക്കും. അതിനുശേഷം റീട്രേസ്മെന്റ് എന്ന പേരിൽ ചെറുതായി ഒന്ന് പിന്നോട്ട് വരും. അവസാനം ഒരു റിവേഴ്സലിലൂടെ ട്രെൻഡ് പൂർണ്ണമായും മാറി പുതിയൊരു ദിശയിലേക്ക് നീങ്ങും. ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇത് എങ്ങനെ നമ്മുടെ ട്രേഡിംഗിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനായി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലേ ബുക്ക് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊരു ചെക്ക്ലിസ്റ്റ് പോലെ കണ്ടാൽ മതി. വെറുതെ തോന്നലിന്റെ പുലത്ത് ട്രേഡ് ചെയ്യുന്നതിന് പകരം വലിയൊരു ചിത്രം നോക്കി ഓരോ ഘട്ടവും പരിശോധിച്ച് കൃത്യമായ റിസ്ക് മാനേജ്മെന്റോടുകൂടി ഒരു ട്രേഡിൽ പ്രവേശിക്കാൻ ഈ 8 സ്റ്റെപ്പുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോ എന്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി ഇത്ര സ്പെഷ്യലാകുന്നത്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ അനാലിസിസിൽ നിന്ന് ഇതിന് എന്ത് വ്യത്യാസമാണുള്ളത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം. സാധാരണ ടെക്നിക്കൽ അനാലിസിസ് റീറ്റെയിൽ ട്രേഡർമാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ IPDA നോക്കുന്നത് വലിയ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ്. ആൾക്കൂട്ടത്തെ പിന്തുടരുന്നതിന് പകരം സ്മാർട്ട് മണിയെ പിന്തുടരാനാണ് IPDA നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡായി ചിന്തിക്കുന്നവർക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ഡേറ്റ കൂടി ഇതിന്റെ കൂടെ ഉപയോഗിക്കാം. അത് വലിയ കളിക്കാർ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് കൂടുതൽ വ്യക്തമായൊരു സൂചന നൽകും. ഈ ഒരു നമ്പറിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ പെട്ടെന്നൊരു 15% കൂടുതൽ മാറ്റം വന്നാൽ അതിനർത്ഥം ബാങ്കുകൾ അവരുടെ നിലപാടുകൾ മാറ്റുന്നു എന്നാണ്. ഒരു പുതിയ ട്രെൻഡ് വരാൻ പോകുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണിത്. ഈ ഒരു വാചകത്തിൽ എല്ലാമുണ്ട്. മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഒന്നും യാദൃച്ഛികമല്ല. എല്ലാം മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത അൽഗോരിതങ്ങളുടെ കളികളാണ്. ആ കളി മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. അപ്പോ ഈ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളൊരു പുതിയ സ്ട്രാറ്റജി മാത്രമല്ല പഠിക്കുന്നത്, മറിച്ച് മാർക്കറ്റ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ തന്നെ അടിമുടി മാറ്റുകയാണ്.